നമസ്കാരം. തമിഴ്നാട്ടിൽ ആദ്യമായിട്ടല്ല ഒരു സിനിമാ താരം മുഖ്യമന്ത്രിയാകുന്നത്. പക്ഷേ ഇവിടുത്തെ വിജയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നേരത്തെ MGR മുഖ്യമന്ത്രിയായിരുന്നു. അതോടൊപ്പം തന്നെ ജയലളിത, സിനിമാ മേഖലയിൽ നിന്ന് നായിക നിരയിലുണ്ടായിരുന്ന ജയലളിത മുഖ്യമന്ത്രിയായിരുന്നു. VN ജാനകി രാമചന്ദ്രൻ, MGRൻ്റെ ഭാര്യ, മുഖ്യമന്ത്രിയായിരുന്നു. സിനിമാ മേഖലയിൽ തന്നെ ഉണ്ടായിരുന്ന കരുണാനിധിയുമൊക്കെ മുഖ്യമന്ത്രിമാരായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ടെങ്കിലും വിജയുടെ ഒരു പ്രത്യേകത, വിജയ് നായക നിരയിൽ തന്നെ വളരെ പ്രാധാന്യത്തോടു കൂടിയുള്ള ഒരു നായകനാണ്. അത്തരത്തിൽ നായകൻ എന്ന ഇപ്പോഴത്തെ തമിഴ്നാട്ടിലെ നായക നിരയിൽപ്പെടുന്ന ആൾ എന്ന നിലയിൽ വിജയ് വാങ്ങുന്ന പ്രതിഫലം 100 കോടിയിലധികമാണ്. 150 കോടിയും 200 കോടിയും ഒക്കെ പ്രതിഫലം വാങ്ങുന്ന വിജയെ പോലെ ഒരാൾ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുമ്പോൾ സാമ്പത്തികപരമായിട്ട് വിജയ്ക്ക് വലിയ നഷ്ടം സംഭവിക്കും. 2,85,000 രൂപയാണ് വിജയ്ക്ക് ഒരു മാസത്തെ ശമ്പളമായി ലഭിക്കുന്നത്. മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞ് 2,05,000 രൂപ ശമ്പളവും ബാക്കി അലവൻസും എല്ലാമായി ചേർത്ത് 2,85,000 രൂപയാണ് വിജയ്ക്ക് ഒരു മാസം ലഭിക്കുന്നത്. ഒരു വർഷം കണക്ക് കൂട്ടുമ്പോൾ ഏകദേശം 34 ലക്ഷത്തോളം രൂപ വിജയ്ക്ക് ലഭിക്കും. പക്ഷേ ഒരു നായക നടൻ എന്ന നിലയിൽ, ഇത്രയധികം സമ്പാദിക്കുന്ന നടൻ എന്ന നിലയിൽ വിജയ്ക്ക് വലിയ സാമ്പത്തിക നഷ്ടമായിരിക്കും അതുകൊണ്ടൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ വിജയ് എന്തെങ്കിലും കാര്യമായി ചെയ്യുവാൻ വേണ്ടിയിട്ടാണോ സിനിമാ മേഖലയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക്? രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ഇവിടെ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുമ്പോൾ വിജയ്ക്ക് വലിയ അധികാരാവകാശങ്ങളാണ് ലഭിക്കുന്നത്. ഒരു സ്റ്റേറ്റിൻ്റെ മുഖ്യമന്ത്രിയാണ്. വലിയ പോഷായിട്ടുള്ള ഒരു ബംഗ്ലാവ് വിജയ്ക്ക് കിട്ടും. അതോടൊപ്പം തന്നെ Z+ കാറ്റഗറി സുരക്ഷാ സംവിധാനമുണ്ട്. വലിയ ഒരു ഇൻഡസ്ട്രിയൽ സ്റ്റേറ്റിൻ്റെ വലിയ തലപ്പത്ത് ഉള്ള ആളാണ്. ഇനി വിജയ് അല്ല തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരൻ, അതായത് ഇപ്പോൾ നിയമസഭയിലുള്ളതിൽ വെച്ച ഏറ്റവും വലിയ പണക്കാരൻ എന്ന് പറയുന്നത് വിജയ് അല്ല. അത് തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് നിയമസഭയിലേക്ക് എത്തിയ നമ്മുടെ കേരളത്തിൻ്റെയൊക്കെ പ്രിയപ്പെട്ട സാന്റിയാഗോ മാർട്ടിൻ, കേരളത്തിൻ്റെക്കാൾ കൂടുതൽ ഇടതുപക്ഷത്തിൻ്റെ പ്രിയപ്പെട്ട സാന്റിയാഗോ മാർട്ടിൻ്റെ ഭാര്യയായ ലീമ റോസാണ്. തിരുച്ചിറപ്പള്ളിയിൽ നിന്നാണ് ADMK സ്ഥാനാർത്ഥിയായിട്ട് അവർ വിജയിക്കുന്നത്. അവരാണ് തമിഴ്നാട്ടിലെ ഏറ്റവും പണക്കാരിയായിട്ടുള്ള, ഏറ്റവും അധികം സമ്പന്നയായിട്ടുള്ള നിയമസഭാ അംഗം എന്ന് പറയുന്നത് ലീമ റോസാണ്. വിജയേക്കാൾ ഏകദേശം 9-10 മടങ്ങോളം സമ്പാദ്യം അവർക്ക്, ഏകദേശം 5,000 കോടിയിലധികമാണ് അവരുടെ സമ്പാദ്യം എന്ന് പറയുന്നത്. മറ്റ് സ്ഥാവര ജംഗമ വസ്തുക്കളെല്ലാം കൂടെ ചേർത്ത് നല്ലൊരു എമൗണ്ട് അവർക്ക് ഒരു സ്ഥാവര വസ്തുക്കളായിട്ടും ജംഗമ വസ്തുക്കളായിട്ടുമൊക്കെ ഉണ്ട്. അത്തരത്തിൽ വലിയ സമ്പന്നയായിട്ടുള്ള ഒരു സ്ത്രീയാണ് ലീമ റോസ്. വിജയ്ക്ക് ഏകദേശം 680-700 കോടിയാണ് വിജയുടെ ആസ്തി. അപ്പോൾ അത്തരത്തിൽ വലിയ സമ്പന്നതയിൽ കഴിഞ്ഞിരുന്ന വിജയ് ഈ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുമ്പോൾ അവിടെ എന്തെങ്കിലും കാര്യമായ മാറ്റം ഉണ്ടാകുമെന്നൊക്കെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്തായാലും അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഇനി ലഭ്യമാകുകയുള്ളൂ. കാരണം വിജയ് മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിയതേയുള്ളൂ. ഇനിയുള്ള നീക്കങ്ങളിൽ നിന്ന് മാത്രമേ നമുക്കറിയാവൂ വിജയ് എത്രമാത്രം കാര്യക്ഷമമായിട്ടാണ് തമിഴ്നാടിൻ്റെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന്. കൂടെയുള്ള ആൾക്കാരെല്ലാവരും തന്നെ വലിയ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരല്ല. നേരത്തെ MGR അധികാരത്തിലേക്ക് വരുമ്പോൾ MGR ഒരു ദീർഘനാളത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, പാർട്ടി പ്രവർത്തനത്തിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട്, അനുഭവ പരിചയമുണ്ട്. 1960കളിൽ തന്നെ DMKയിൽ MGR അംഗമായി. 1967 നിയമസഭാംഗമായിട്ട് നിയമസഭയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെൻറ്റ് ജോർജ് ഫോർട്ട് MGRനെ സംബന്ധിച്ച് അന്യമായിരുന്നില്ല. അതിനുശേഷമാണ് MGR DMKയുമായിട്ട് തെറ്റിപ്പിരിയുന്നത്. 1972 DMKയുമായിട്ട് തെറ്റിപ്പിരിയുന്നത്. 1977 തന്നെ MGR മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുന്നു. തുടർച്ചയായി 10 വർഷം MGR തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചെറിയ ഒരു ഇടവേള ഒഴിച്ചു നിർത്തിയാൽ ആ സമയങ്ങളിലൊക്കെയും MGR തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി പദത്തിൽ തന്നെയായിരുന്നു. വളരെ കഠിനമായിട്ടുള്ള വൃക്കരോഗം ഉണ്ടായിട്ടും അതിൻ്റെ ചികിത്സയിൽ അമേരിക്കയിൽ കഴിയുന്ന നാളിലും MGRൻ്റെ ചില ചിത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, ചില ദൃശ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ADMKയ്ക്ക് വലിയ വിജയം തമിഴ്നാട്ടിൽ നേടിയെടുക്കുവാൻ കഴിഞ്ഞു. അത്തരത്തിൽ വലിയ ജനകീയ പിന്തുണയുള്ള നേതാവായിരുന്നു MGR എന്നത്. ആ ഒരു സ്ഥാനത്തേക്കാണ് ഇപ്പോൾ വിജയ് എത്തുന്നത്. വിജയ്ക്കും നല്ല ജനകീയ പിന്തുണയോടുകൂടിയാണ് വിജയ് അധികാരത്തിലെത്തുന്നത്. കേവല ഭൂരിപക്ഷം എത്താൻ TVKയ്ക്ക് സാധിച്ചില്ല. പക്ഷേ MGRൻ്റെ സാഹചര്യം അങ്ങനെ ആയിരുന്നില്ല. വലിയ പിന്തുണയോടുകൂടിയാണ് MGR അധികാരത്തിൽ വരുന്നത്, റിക്ഷാക്കാരനിലൂടെയും. അതോടൊപ്പം തന്നെ പല സിനിമകളിലും ഇപ്പോൾ വിജയ് ഏറ്റവും അവസാന കാലഘട്ടത്തിൽ, വിജയുടെ ഒരു അവസാന ഇതിൻ്റെ മുന്നേ ഉള്ള, അതായത് ഇപ്പോൾ മുഖ്യമന്ത്രിയാകുന്നതിന് മുന്നേ ഉള്ള
കുറച്ച് സിനിമകൾ എടുത്തു നോക്കിയാൽ വിജയ് രക്ഷകനായിട്ടും മറ്റുമാണ് ആ റോളുകളിൽ അഭിനയിച്ച് തകർത്തത്. അപ്പോൾ എം ജി ആറിനെ സംബന്ധിച്ച് എം ജി ആറിൻ്റെ ആദ്യകാലം മുതൽ തന്നെ എം ജി ആർ ചില രീതിയിലുള്ള ചില സ്വഭാവ സവിശേഷതകൾ പ്രകടമാക്കുവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മദ്യപിക്കാത്ത, സിഗരറ്റ് വലിക്കാത്ത, സ്ത്രീകൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന, എന്തിനും ഏതിനും ഇറങ്ങി മുന്നിലേക്ക് വരുവാൻ ശേഷിയുള്ള അത്തരത്തിലുള്ള ഒരു നായക വേഷമായിരുന്നു എം ജി ആർ കൈകാര്യം ചെയ്തതിൽ അധികവും. അത്തരത്തിലുള്ള വേഷങ്ങൾ കൈകാര്യം ചെയ്തതുകൊണ്ട് തന്നെ തങ്ങളുടെ റിയൽ ഹീറോയ്ക്ക് റിയലിയും യഥാർത്ഥത്തിലും തങ്ങളെ സംരക്ഷിക്കുവാൻ കഴിയും എന്ന് അവിടുത്തെ ജനങ്ങൾ വിശ്വസിച്ചിരുന്നു. നാടോടി മന്നനിലൂടെയും എങ്കവീട്ട് പിള്ളയിലൂടെയും ഒക്കെ എം ജി ആർ അത്തരത്തിലുള്ള ഒരു ഇമേജാണ് ക്രിയേറ്റ് ചെയ്യാൻ, ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി തമിഴ്നാട്ടിൽ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു രീതിയിൽ തന്നെയായിരുന്നു പിന്നീട് അദ്ദേഹം മുഖ്യമന്ത്രിയായി വന്നപ്പോഴും അവിടെ ഉച്ചഭക്ഷണം, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഉച്ചഭക്ഷണം കാമരാജ് ഏർപ്പെടുത്തിയ, കാമരാജൻ നാടാർ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് ഏർപ്പെടുത്തിയ തരത്തിൽ ഉച്ചഭക്ഷണം അത് വിപുലീകരിക്കുവാനും എത്രയോ അധികം കുട്ടികളുടെ പട്ടിണി മാറ്റുവാനും ഒക്കെ എം ജി ആറിന് സാധിച്ചിരുന്നു. പക്ഷേ LTTയുമായിട്ടൊക്കെയുള്ള സഹകരണങ്ങൾ, അത്തരം ചില കാര്യങ്ങൾ, ഒരു പോലീസ് സ്റ്റേറ്റാക്കി മാറ്റുവാൻ വേണ്ടിയിട്ട് തമിഴ്നാടിനെ ശ്രമിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ചില അപവാദങ്ങൾ എം ജി ആറിന് കേൾക്കേണ്ടി വന്നതൊഴിച്ചാൽ എം ജി ആർ എന്നത് ഒരു ജനകീയനായ മുഖ്യമന്ത്രിയായിരുന്നു. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ 1984 ഇലക്ഷനിൽ എം ജി ആർ നേരിട്ടല്ല പ്രചരണത്തിനും മറ്റും എത്തുന്നത്. എം ജി ആറിൻ്റെ ചിത്രങ്ങളാണ്, എം ജി ആറിൻ്റെ ദൃശ്യങ്ങളാണ് അതിൽ കാണിച്ചുകൊണ്ടാണ് പിന്നീട് ADMKയ്ക്ക് വലിയ വിജയം നേടിയെടുക്കുവാനായിട്ട് കഴിഞ്ഞത്. കർഷകർക്ക് വേണ്ടിയിട്ടൊക്കെ നിരവധിയായിട്ടുള്ള പദ്ധതികളാണ് അദ്ദേഹത്തിന് നടപ്പിലാക്കുവാൻ കഴിഞ്ഞത്. പക്ഷേ ആനന്ദ വികടൻ പോലുള്ള ചില ലേഖകരെയൊക്കെ ജയിലിൽ പിടിച്ചാക്കുന്നതിലൊക്കെ എം ജി ആറിൻ്റെ ഭാഗത്തു നിന്നൊക്കെയുള്ള വീഴ്ചകളുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും എം ജി ആറിനെ വലിയ രീതിയിലൊന്നും ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. 10 വർഷം തുടർച്ചയായി 10 വർഷം എം ജി ആറിന് തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി പദത്തിൽ ഇരിക്കുവാൻ കഴിഞ്ഞു. അതിനുശേഷം ജാനകി രാമചന്ദ്രൻ കുറച്ച് നാൾ അവിടെ മുഖ്യമന്ത്രി പദത്തിലെത്തി. തുടർന്ന് ജയലളിതയാണ് ജാനകിയെ അട്ടിമറിച്ചുകൊണ്ട് ജയലളിത മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുന്നു. വളരെ നല്ല രീതിയിലുള്ള പ്രകടനമാണ് മുഖ്യമന്ത്രി എന്ന നിലയിൽ, പുരച്ചിത്തലൈവി എന്ന നിലയിൽ ജയലളിത കാഴ്ചവെച്ചത് വളരെ വലിയ പ്രകടനമായിരുന്നു. അതിനുശേഷം തമിഴ് രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ, വലിയ ചലനങ്ങൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് പല സിനിമാ താരങ്ങളും വന്നുവെങ്കിലും അവർക്കൊന്നും തമിഴ് രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കുവാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. കമൽഹാസൻ വന്നു, ഇടയ്ക്ക് രജനീകാന്ത് ഒന്ന് വന്നു പോയി. ഇപ്പോൾ ഇനി വിജയ് വന്നിരിക്കുന്നു. വിജയെ ഇനി തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. വിജയ് എങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ മുന്നോട്ട് പോകുന്നത് എന്ന്. എന്തായാലും വിജയുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് ഇപ്പോൾ നിരീക്ഷണം നടത്തുന്ന എല്ലാ ആൾക്കാരും തന്നെ വിജയ് ഒരു പ്രാപ്തനായ നേതാവാകാൻ ഒരു സാധ്യത വളരെ വിരളമാണ്. ഇനി അതങ്ങനെയാണെന്ന് അദ്ദേഹം തെളിയിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. എന്തായാലും തമിഴ് രാഷ്ട്രീയത്തിൽ ഒരു വലിയ വിപ്ലവകരമായ മാറ്റം തന്നെയായിരിക്കും ഇനി ഉണ്ടാകാൻ പോകുന്നത്. പല രീതിയിലുള്ള മാറ്റങ്ങളിലേക്ക് ചിലപ്പോൾ വഴിതെളിച്ചെന്നും വരാം. അത്തരത്തിലാണ് കാര്യങ്ങൾ വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും കൂടുതൽ വിവരങ്ങളും കൂടുതൽ ദൃശ്യങ്ങളും തമിഴ്നാട്ടിൽ നിന്ന് നമുക്ക് ഇനിയും വരേണ്ടിയിരിക്കുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.